SNEC Talents Meetil Vengapalli Shamsul Ulama Islamic Academy overall ചാമ്പ്യന്മാർ. Shamsul Ulama Islamic Academy Vengapalli. ആ ശരി, നിങ്ങൾക്ക് ആയതിനെ അറിയാവുന്ന അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ടല്ലോ. രണ്ടാമത്തത് കാറ്റഗറി ചാമ്പ്യൻ ബക്ലൂരിയ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വെങ്ങപ്പള്ളി. Talents of the meet സാനവിയ ചെസ്റ്റ് നമ്പർ 1259 അബ്ദുൽ ഷുക്കൂർ KT PMIC വടക്കാങ്ങര 47 പോയിന്റോടുകൂടെ അബ്ദുൽ ഷുക്കൂർ എന്ന വിദ്യാർത്ഥിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്, ചാമ്പ്യനായിട്ടുള്ളത്. പിന്നെ ടാലൻസ് ഓഫ് ദി മീറ്റ് ബക്ലൂരിയ ചെസ്റ്റ് നമ്പർ 147 മുഹമ്മദ് അഷ്ഫഖ് KIC കുംബ്ര, കർണാടകയിലെ KIC കുംബ്രയാണ് 66 പോയിന്റോടുകൂടെ ചാമ്പ്യനായിട്ടുള്ളത്. ടാലൻസ് മീറ്റ് ഓഫ് ഓവറോൾ ചാമ്പ്യൻ സെക്കൻഡ് റണ്ണപ്പ് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി കുമ്പള. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ ടാലന്റ്സ് മീറ്റ് ആൺകുട്ടികളുടെ മത്സരത്തിൽ വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. 53% ഓവറോൾ ചാമ്പ്യന്മാരായത്. മരവട്ടം ഗ്രേസ് വാലി ഇസ്ലാമിക് കോളേജ് ഫോർ ബോയ്സ്, ഇമാം ഷാഫി അക്കാദമി കുമ്പള യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സാനവിയ, ബക്കാലൂരിയ വിഭാഗങ്ങളിലും വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി തന്നെയാണ് ജേതാക്കൾ. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 2 ദിനങ്ങളിലായി നടന്ന കലാമത്സരങ്ങൾക്ക് ഇതോടെ പരിസമാപ്തി കുറിച്ചു. പെൺകുട്ടികളുടെ മത്സരങ്ങൾ 20-21 തീയതികളിലായി നടക്കും. ഖലം, കലാം, കിർത്താസ്, കിതാബ് എന്നീ 4 വേദികളിലായി 2 നാൾ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. എല്ലാ സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാക്കി തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വലിയൊരു മനസ്സ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ വളരെ എല്ലാ തരത്തിലും ഈ 2 ദിവസത്തെ പ്രോഗ്രാം നടത്താനുള്ള സൗകര്യങ്ങൾ, താമസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും കാസർഗോഡ്, മംഗലാപുരം മുതലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വന്നു. സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഇതിലൊക്കെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഇനിയും പല പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വൈകിട്ട് നടന്ന സമാപനം ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. SNEC ഗവേണിംഗ് കൌൺസിൽ അംഗം പാണക്കാട് സയ്യിദ് മുനറൌലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി. സമസ്ത മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പാണക്കാട് സയ്യിദ് മുനൌലി ശിഹാബ് തങ്ങളും ടാലന്റ് ഓഫ് ദി മീറ്റ് നേടിയവർക്കുള്ള ട്രോഫി SNEC അക്കാദമിക് കൌൺസിൽ ചെയർമാൻ അബ്ദുസലാം ബാഖഫിയും വിതരണം ചെയ്തു. ആതിഥേയത്വം വഹിച്ച മലബാർ എഞ്ചിനീയറിംഗ് കോളേജിനുള്ള SNEC ഉപഹാരം ഡോക്ടർ KS ഹംസയ്ക്ക് നൽകി. ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര, ഡോക്ടർ അസ്ലം വാഹി, അബ്ദുള്ള മുസ്തഫ ഫൈസി ആനക്കര, ഡോക്ടർ ഷഫീഖ് റഹ്മാനി വഴിപ്പാറ, TS മമ്മി, റഹീം ചുഴലി, K സഫാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷഹീർ ദേശമംഗലം സ്വാഗതവും KP മുഹമ്മദ് ശിബിലി നന്ദിയും അർപ്പിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അങ്ങനെ കുറേ ആളുകൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളൊക്കെ ആസൂത്രണം. അതിലൊന്നാമതായി ഈ ജില്ലയിലെ എല്ലാ പള്ളികളിലും, നമ്മുടെ എല്ലാ പള്ളികളിലും ഒരൊറ്റ ദിവസം നമ്മളെ പ്രവർത്തകരെ വിട്ടുകൊണ്ട് സാധാരണ വിട്ടുകൊണ്ട് വാള് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദുമായിട്ട് എപ്പോഴും ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് നമ്മളോടും അത് പറഞ്ഞു. നമ്മൾ അവിടുന്ന് കുറച്ച് ആളുകളെ പറഞ്ഞു ചേരണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ കരുവാരകുണ്ട് ഭാഗത്തുള്ള കുറേ ഉസ്താദുമാർ, ഞാനൊക്കെ വന്നിരുന്നു. എന്നോട് പിന്നെ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ വാഴത്തിന് പോകണ്ട, നിങ്ങൾ ഇവിടെ മതി എന്ന് പറഞ്ഞു. എന്നോട് വാഴത്തിന് പോകണ്ട എന്ന് പറഞ്ഞു. ഒരു വെള്ളിയാഴ്ചയാണ്
അതാണ് ഞാൻ ഈ ദേശമംഗലവുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. പിന്നെ അതിൻ്റെ തുടക്കം മുതൽക്കുണ്ട് ഉദ്ഘാടനം, ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ ആദ്യകാലങ്ങളിൽ ഇവിടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ബന്ധം കൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മളെ സമർത്ഥ അതങ്ങനെ ശാന്തമായി സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ വളരെ അനിവാര്യമായ സംഗതികളൊക്കെ നടത്താനുള്ളതായ സംരംഭങ്ങൾ ഒരുക്കിക്കൊണ്ട്. ന്യൂസ് ഡെസ്ക് CCV.